നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ തുളസിയുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ തുളസിക്ക് വൻ ഡിമാൻഡാണ്. കേരളത്തിലെ എല്ലാ വീട്ടിലും കാണുന്ന ഈ ചെടി എന്നാൽ ലക്ഷങ്ങൾ കൊയ്യുന്നത് തമിഴ്നാട്ടുകാരാണ്. പണ്ട് കേരളത്തിൽ നെല്ല്, തെങ്ങ് എന്നിവയാണ് കൂടുതലായി കൃഷി ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് ലാഭം നോക്കി മാറ്റി പരീക്ഷിക്കുന്നവരാണ് കൂടുതലും. കാലാവസ്ഥ, വരവ്, ചെലവ് എന്നിവ നോക്കി നല്ല ലാഭം കൊയ്യാൻ കഴിയുന്ന പഴങ്ങളും പച്ചക്കറികളും ആളുകൾ കൃഷി ചെയ്യാറുണ്ട്. എന്നാൽ അത്തരത്തിൽ വളരെ ലാഭമുള്ള ഒരു കൃഷിയാണ് തുളസി കൃഷി. പക്ഷേ പലർക്കും ഇതിനെക്കുറിച്ച് അധികമൊന്നും അറിയില്ല. കേരളത്തിലെ മിക്ക വീടുകളിലും ഇത് ലഭ്യമാണെങ്കിലും ഇതിൻ്റെ വിപണി മൂല്യം അറിയുന്നവർ കുറവാണ്. പ്രധാനമായും മരുന്ന് നിർമ്മാണത്തിനാണ് തുളസി ഉപയോഗിക്കുന്നത്. 2 ഏക്കറിൽ കൃഷി ചെയ്താൽ മാസം 1 ലക്ഷത്തോളം വരുമാനം നേടാം. ചിലവാകട്ടെ 20,000 രൂപയിൽ താഴെ മാത്രമാണ്. മുതൽ മുടക്ക് കുറവാണെങ്കിലും ഏറെക്കാലം ഒരേ ചെടിയിൽ നിന്നും ആദായം ലഭിക്കുമെന്നതും തുളസി കൃഷിയുടെ സാധ്യതകൾ വിപുലമാക്കുന്നു. വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന കൃഷിയാണിത്. ചെടിയിൽ നിന്ന് വിത്ത് ശേഖരിച്ച് പാകി മുളപ്പിച്ച് കൃഷി തുടങ്ങാം. കൃഷിഭൂമി ഇല്ലെങ്കിലും ഗ്രോ ബാഗിലോ മട്ടുപ്പാവിലോ കൃഷി ചെയ്യാം. കേരളത്തിലേക്ക് തുളസി കൂടുതൽ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അതായത് തുളസി കൃഷി വഴി ലക്ഷങ്ങളാണ് അയൽ സംസ്ഥാനങ്ങൾ സമ്പാദിക്കുന്നത്. വിപണിയിൽ ആവശ്യക്കാരുള്ള തുളസി ഇനങ്ങൾ. രാമതുളസി ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഇനമാണിത്. സുഗന്ധവും ഔഷധമൂല്യവും രാമതുളസിക്ക് കൂടുതലാണ്. കഷായം, ചായ, ഗുളിക എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അടുത്തത് കൃഷ്ണതുളസി. ഇലയ്ക്കും തണ്ടിനും ഗുണങ്ങളുള്ള ഒന്നാണ് കൃഷ്ണതുളസി. ആയുർവേദ കഷായം, ഹെർബൽ ഡ്രിങ്ക്സ് എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. ചില സമയങ്ങളിൽ രാമതുളസിയേക്കാൾ കൃഷ്ണതുളസിക്ക് വിലയും കൂടാറുണ്ട്. വനതുളസി. അടുത്തത് വനമേഖലകളിൽ സ്വാഭാവികമായി വളരുന്ന ഇനമാണ് വനതുളസി. ശക്തമായ സുഗന്ധമാണ് ഇതിൻ്റെ പ്രത്യേകത. തുളസിച്ചായ, ക്യാപ്സ്യൂൾ, പൗഡർ എന്നിവയിൽ ഉപയോഗിക്കുന്നു. ഉണക്കിയ വനതുളസിയുടെ ഇലയ്ക്ക് നല്ല വിപണി വില ലഭിക്കും. അപ്പോൾ തുളസി കൃഷി ഇങ്ങനെ ചെയ്ത് നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ പലർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ മേലാത്തതുകൊണ്ടായിരിക്കും ഇത് കൃഷി ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും ഈ കൃഷിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.